ഞാനും ചേച്ചിയായിട്ട് 9 years ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മോറോലെസ് ചേച്ചി എനിക്ക് സ്റ്റെപ്പ് മദർ തന്നെയാണ്. പിന്നെ കുഞ്ഞിലെ ഭയങ്കര ഏജ് ഗ്യാപ്പായി കാരണം ഭയങ്കര അടിയായിരിക്കും. ചേച്ചി കോളേജൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകുമ്പോൾ എനിക്കത് കുഞ്ഞിലെ പോകാൻ പറ്റില്ല, ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് വലുതായി വരുമ്പോഴേക്ക് നമ്മൾ ഭയങ്കര ക്ലോസ് ആയി, നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായി. ഞാനും ചേച്ചി ഒരേ വൈബാണ്. ഗായത്രി ഭയങ്കര പാവമാണ്, ഭയങ്കര സ്വീറ്റാണ് ഗായത്രി. പിന്നെ അവൾക്ക് അങ്ങനെ ഇതൊന്നും അറിയില്ല, അങ്ങനെ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും അറിയില്ല, ഭയങ്കര സ്വീറ്റാണ്. പിന്നെ ഗായത്രി പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷനാവും ഞങ്ങൾ. ബെസ്റ്റ് വിഷസ് ഗായത്രിക്ക്. ജിത്തു നന്നായി ഗായത്രിയെ നോക്കുക. ഓൾ ദി ബെസ്റ്റ് ഗായത്രി. വളർത്തിയതാണ്. 10 മാസം പിറക്കാതെ 8ാം മാസത്തിൽ പിറന്ന് കഷ്ടപ്പെട്ട് വളർത്തി 750 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ ആ മോൾക്ക്. അതിനെ വളർത്തി എൻ്റെ ആങ്ങളമാരും എൻ്റെ അമ്മയും ഹസ്ബൻഡും ഇവിടെ ഇല്ലായിരുന്നു, ദുബായിലായിരുന്നു. അതിനെ വളർത്തി ഈ ലെവലിലാക്കി നല്ലൊരു ഫാമിലിക്കും നല്ലൊരു മരുമകനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാലം വലിന്താലും ഉனை நான் பொழுதும் மறவே என் വളരെ സന്തോഷമുണ്ട്. അതറിഞ്ഞ കുടുംബം. എൻ്റെ അമ്മ എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോണ്, അതുകൊണ്ട് എനിക്കതിൻ്റെ വിഷമമില്ല. എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകണ മാതിരി എനിക്ക് തോന്നുന്നത്. അത്രേ പറയാനുള്ളൂ. അവർ പൊന്നുപോലെ നോക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരിക്കണം. ആയുസ്സും ആരോഗ്യവും അവരുടെ വീട്ടുകാർക്കും ഞങ്ങൾക്കും തരട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും. എൻ്റെ മകനായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. എനിക്ക് ആ മക്കളില്ല. അവന് ഞാൻ എൻ്റെ മകനായിട്ട് എന്ന് കണ്ട് അവരെ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് വെച്ചു. അന്ന് മുതൽ എൻ്റെ മരുമകനല്ല മകനാക്കി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. അത് എന്നും മകൻ പൊന്നുപോലെ നോക്കുന്നുള്ള എനിക്ക് പ്രതീക്ഷയുണ്ട്. ദീർഘായുസ്സും സുമംഗലിയായിട്ട് വാഴട്ടെ. അവരെല്ലാവരും നന്നായിരിക്കട്ടെ. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പവനജ സ്തുതി പാത്ര പവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ
മോള് ഭയങ്കര പാവമാണ്, നിഷ്കളങ്കമായ മനസ്സാണ്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന വിട്ടുപോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എങ്കിലും സന്തോഷത്തോടെ അവർ ജീവിതമൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ഗായത്രി. ജീവിതകാലം മൊത്തം സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ ഇപ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും അവൾ അഡ്ജസ്റ്റ് ചെയ്യും. അതെനിക്ക് അത് കുഴപ്പമില്ല, അവിടെ പോയിട്ട് അവൾക്ക് അഡ്ജസ്റ്റിങ് പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ എന്തായാലും ചേച്ചി നന്നായിട്ട് നോക്കുമെന്നറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയത്തിനെ കാണാൻ വരുമ്പോൾ ചില ചോക്ലേറ്റോ മുട്ടായിയോ ഡ്രസ്സോ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ കുറച്ച് സന്തോഷം. ഷീസ് ഓൾവേസ് ദർ വിത്ത് മീ. ലൈക്ക് എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗായു ആണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടിയ ഒരാളും ലൈക്ക് അവളുടെ കൂടെ മാച്ച് ചെയ്ത് വൈബ് ചെയ്ത് പോകുന്ന ഒരു ആളെ തന്നെയാണ് അവൾക്ക് പാർട്ട്ണറായിട്ട് കിട്ടിയത്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അവൾക്ക് വേണ്ടിയിട്ട്